ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമ്മൾ പേരൻസിനൊക്കെ വലിയൊരു കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ, കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പം എന്ത് കഴിക്കാൻ കൊടുക്കുമെന്നൊക്കെ. അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ട് ഒരു വേഗം തയ്യാറാക്കാൻ പറ്റുന്ന, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ടർ കുക്കീസിൻ്റെ റെസിപ്പിയാണ്. എന്തായാലും കുഞ്ഞുങ്ങൾക്കൊക്കെ അത് ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ. ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് ഞാൻ മൈദ എടുത്തേക്കുന്നത്. 1 കപ്പ് മൈദ, അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോറോ സെൽഫ് റൈസിങ് ഫ്ലോറോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, ഒരു കുഴപ്പമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടതായിട്ടുള്ളത് 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 നുള്ളുപ്പും 2 ഏലക്കയും കൂടി ഞാൻ മിക്സിക്കകത്തിട്ട് അടിച്ചെടുത്തതാണ്. അതും ഇതിനകത്തോട്ട് ചേർത്ത് ഒരു സ്പൂണോ സ്പാച്ചിലയോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ പഞ്ചസാര എല്ലായിടത്തും ചെല്ലുകയും കട്ട പിടിക്കാതിരിക്കുകയും ചെയ്യും. പിന്നെ അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് മെൽറ്റ് ചെയ്ത നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ആണ്. 1/2 കപ്പ് നെയ്യ് അല്ലെങ്കിൽ 1/2 കപ്പ് ബട്ടറെങ്കിലും ആവശ്യം വരും. നമ്മൾ ഒന്നിച്ചൊഴിക്കുകയല്ല, കുറേശ്ശെ ഒഴിച്ച് നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് കുഴച്ച് നല്ല ഉരുള പിടിക്കാൻ പറ്റുന്ന ഒരു പരുവം, അതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അതുവരെ നമ്മൾ ചെറുകെ നെയ്യ് ഒഴിച്ച് കുഴച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഒന്നിച്ചൊഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അളവറിയാൻ പറ്റത്തില്ല. നമുക്ക് ആ കുക്കീസിൻ്റെ നമ്മളെ ആ വട്ടം നമ്മൾ റൗണ്ട് പിടിച്ചെടുക്കുമ്പോൾ വേഗം പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെറുകെ ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ഉരുള പിടിക്കാൻ പറ്റണം, അതാണ് നമ്മുടെ കറക്റ്റ് അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനുശേഷം നമുക്ക് ഓരോന്നും എടുത്ത് നമ്മുടെ കയ്യിലോട്ട് ഇച്ചിരി നെയ്യോ വെല്ലം നമ്മുടെ കയ്യിലും തൂത്ത് കൊടുത്തു കഴിഞ്ഞാൽ വേഗം നമുക്കത് കറക്റ്റ് ഷേപ്പാക്കി എടുക്കാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ സാധാ കുക്കീസ്, നമ്മുടെ കടയിൽ കിട്ടുന്ന കുക്കീസിൻ്റെ ഒരു ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. അതുപോലെ നടു എപ്പോഴും ഇച്ചിരി ഒന്ന് പൊങ്ങി നിൽക്കണം, സൈഡ് ഫ്ലാറ്റായിട്ടും വേണം. അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. നമുക്ക് എന്ത് ഡിസൈൻ വേണേലും കൊടുക്കാം. ഞാനിപ്പം നമ്മുടെ ബട്ടർ നൈഫ് വെച്ചിട്ട് അതിൻ്റെ മുകളിലെല്ലാം ജസ്റ്റ് ഒരു ഇൻറ്റു പോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് പകരം നമുക്ക് വേണേൽ ആൽമണ്ടോ അല്ലെങ്കിൽ കാഷോ കുഞ്ഞ് സ്ലൈസായിട്ട് അരിഞ്ഞ് മണ്ടയിൽ വെച്ചിട്ട് അതങ്ങനെയും ഡെക്കറേറ്റ് ചെയ്യാം. എങ്ങനെ ചെയ്താലും അതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് പല ഷേപ്പിൽ കുഞ്ഞുങ്ങൾക്കാക്കി കൊടുക്കാം. ഞാൻ ഓരോന്നും എടുത്ത് അങ്ങനെ ഷേപ്പാക്കി ട്രേയിൽ സെറ്റ് ചെയ്തെടുക്കുകയാണ്. എൻ്റെ ട്രേ ഞാനിപ്പം പുതുതായിട്ട് വന്ന സ്ഥലമായതുകൊണ്ട് എനിക്ക് പിസ്സ ട്രേയോ അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന എൻ്റെ ട്രേ വെച്ചിട്ടാണ്. അതേ ബട്ടർ പേപ്പർ ഇട്ടിട്ടാണ് ഞാൻ കുക്കീസ് നിരത്തുന്നത്. അപ്പം നമുക്കുള്ളത് വെച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓവൻ്റെ സെറ്റിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 180 ഡിഗ്രി ടു 200 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യുക. അതിനുശേഷം 140 ഡിഗ്രിയിൽ ഒരു 20 to 25 മിനിറ്റ്സ് നമ്മൾ കുക്കീസ് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ കറക്റ്റ് അളവ്. അപ്പം നമ്മുടെ കുക്കീസൊക്കെ ഞാൻ ഓവനിലേക്ക് വെക്കാൻ പോവാണ്. ഓൾറെഡി ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഗായ്സ്, നമ്മുടെ ടേസ്റ്റി കുക്കീസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല യമ്മി ആട്ടോ, നിങ്ങൾ ട്രൈ ചെയ്താൽ അറിയാം. ഇവിടെ ഓൾറെഡി കുക്കീസ് തണുക്കാൻ പോലും വെയിറ്റ് ചെയ്യാതെ ഇവിടെ ഓരോരുത്തർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. Do you like it, Abigail? Yeah. Is it yummy? What about you, Aiden? Do you like it? Yeah. അപ്പോൾ എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ ആൻഡ് സീ യു ഓൾ.